ഞാൻ നാളെ പോലെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കയറാം. ലൈക്ക് എന്താ ഗൗരീഷ് എന്നുള്ള അക്കൗണ്ട്. അപ്പം അല്ലെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ പേര് മറന്നു പോകും. ക്ലൗഡ് മെൻഡർ മെൻഡർ അങ്ങനെ ആയിരിക്കും എന്നെ കാണുമ്പോൾ വിളിക്കുന്നത്. റോഡിൽ കൂടെ ക്ലൗഡ് മെൻഡർ എന്നായിരിക്കും അല്ലേ? പോട്ടെ. ആരോ വന്നു. അപ്പം നോക്കി എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എന്താണ് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ എസ് ഐ യൂണിറ്റ്സ്, പിന്നെ മറ്റ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ എസ് ഐ യൂണിറ്റ്സ് എഴുതുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തി അവിടെയായിരുന്നു. സോ ദെൻ എന്താണ് നമുക്ക് ഇന്ന് ഡയമെൻഷൻ അനാലിസിസ് ആണ്. ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഡയമെൻഷൻ അനാലിസിസ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഫിസിക്സിൽ എന്ന് പറഞ്ഞാൽ. പല ക്വാണ്ടിറ്റീസും തമ്മിലുള്ള റിലേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് യൂസ് ഉള്ളതാണ് ഡയമെൻഷൻ അനാലിസിസ്. അതായത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കാന്നിരിക്കട്ടെ, ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. ആ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഡയമെൻഷൻ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് അറിയാം, ഇക്വേഷൻസ് ചെക്ക് ചെയ്യാൻ അല്ലെ, കറക്റ്റ് ആണോ. നമ്മളൊരു റിലേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നമുക്കതൊരു ഒരു റഫായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ തെറ്റായിരിക്കുമോ എന്നുള്ളത്. അപ്പം എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിന് കുറച്ച് ഡയമെൻഷൻ അനാലിസിസിന്റെ ഡ്രോബാക്സ് നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്കത് അറിയാൻ പറ്റും. പ്രിൻസി ഓക്കെ. ഡയമെൻഷൻ അനാലിസിന്റെ ഡ്രോബാക്ക് പഠിക്കുമ്പോൾ അറിയാം. അത്ര കൃത്യമായിട്ടൊന്നും നമുക്ക് കറക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റഫായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഇത് എൻട്രൻസിനൊക്കെ നമുക്ക് ഒരുപാട് യൂസ് വരാറുണ്ട്. അതായത് ഈ റിലേഷൻസ് ഫോം ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ ഡയമെൻഷൻ അനാലിസിസ് നിങ്ങൾ നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഒക്കെ ഒരുപാട് മാർക്സ് കിട്ടാനൊക്കെ സ്കീമിനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഈ ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അന്നേരം അവിടെ വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. ഒക്കെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഡയമെൻഷൻ അനാലിസിസ് കൊണ്ടുള്ള ഗുണങ്ങൾ. എനിവേ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഡയമെൻഷൻ എന്താണെന്ന് നമുക്കറിയണം. ഡയമെൻഷൻ ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി ബേസ് ക്വാണ്ടിറ്റിയോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് the power to which the base quantity must be raised to represent that quantity. ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു, ആ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ക്വാണ്ടിറ്റി അതിന്റെ പവർ എത്രമാത്രം റേസ് ചെയ്യണം. അല്ല, മനസ്സിലായോ? നമ്മളൊരു ക്വാണ്ടിറ്റി എടുത്തു, ഇപ്പൊ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുത്തു. അയ്യോ, ഇതൊന്നൊരുമാതിരി എന്തോ കേൾക്കുന്നില്ലയോ? അപ്പൊ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എടുത്തു. ഇത് നമുക്കറിയാം, ഇതൊരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്നറിയാം. ആ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ലെങ്ത് ആൻഡ് ടൈം. ലെങ്തിൽ നിന്നും ടൈമിൽ നിന്നും ഡെറൈവ് ചെയ്തേക്കുന്നത് നമുക്കറിയാം. ആക്സിലറേഷന്റെ കേസ് എടുത്താലും അതും ലെങ്തിൽ നിന്നും ടൈമിൽ നിന്നുമാണ് ഡെറൈവ് ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ലെങ്തും ടൈമുമായിട്ട് എത്രമാത്രം റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ടു വാട്ട് എക്സ്റ്റെന്റ് എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പറഞ്ഞ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ ഡയമെൻഷൻസ് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. അതായത് ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പൊ ഡയമെൻഷൻ അനാലിസിസ് വരുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ അറിയണം, മറ്റൊന്ന് ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാനും അറിയണം. രണ്ടും രണ്ടാണ്. ഡയമെൻഷണൽ ഫോർമുലയുണ്ട്, ഡയമെൻഷണൽ ഇക്വേഷനും ഉണ്ട്. ഇപ്പൊ ഫോർമുല എന്ന് പറഞ്ഞപ്പോൾ ലെങ്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണല്ലോ. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ ഇതാണ് ഡയമെൻഷൻ കാണിക്കുമ്പം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ലെങ്ത് ആകുമ്പോൾ എൽ എന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല. ലെങ്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ വേണം എഴുതാൻ. ഇക്വേഷൻ എന്ന് പറയാൻ നമുക്ക് അറിയാം. വാട്ട് ഈസ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ സൈൻ കാണും, അതിനപ്പുറത്തും ഇപ്പുറത്തും LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡും കാണും, റൈറ്റ് ഹാൻഡ് സൈഡും കാണും. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നത്. അതല്ല, നമ്മൾ ഡയമെൻഷണൽ ഫോർമുലയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്കൊന്ന് പറയാം. ഇപ്പൊ ലെങ്തിന്റെ ആണെങ്കിൽ L. ഈ L വെറും Lന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
ഡയമെൻഷണൽ അനാലിസിസ്, അതായത് ഡയമെൻഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ടു വാട്ട് എക്സ്റ്റെൻഡ് ദ എന്താ ടു വാട്ട് എക്സ്റ്റെൻഡ്, അതായത് എത്ര പവർ റേസ് ചെയ്യണം ഈ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ലെങ്തിന്റെ കേസിൽ ലെങ്ത് മാത്രമേ, അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത് മറ്റൊരു ക്വാണ്ടിറ്റിയിലും ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ L⁻1 എന്നാണ് ഇതിനർത്ഥം. വെറും L എന്ന് എഴുതി കഴിഞ്ഞാൽ L⁻1 എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടുത്തെ ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ 1 ആണ്. അപ്പൊ ഈ ഡയമെൻഷൻ ഓർത്ത് വെച്ചു. ഡയമെൻഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പവർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡയമെൻഷൻ എന്ന് പറയുന്നത് പവർ ആണ്. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോഴാണ് ഇത് ഇങ്ങനെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് എഴുതി വെക്കുന്നത് ഡയമെൻഷണൽ ഫോർമുല. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈക്വൽ സൈൻ അപ്പുറത്തും ഇപ്പുറത്തും എഴുതും. പിന്നെയും വന്നു ചന്ദ്രനിൽ ചോതി. ആരുടെ ചന്ദ്രനിൽ എന്തോ ചോതി വരുന്നേ? ചന്ദ്രനിൽ ചോതി ആളുടെ DP ഒക്കെ കിടിലാണല്ലോ. അപ്പൊ നോക്കിയേ, ലെങ്തിന്റെ കഴിഞ്ഞു. ഇനി മാസിന്റെ നമുക്ക് നോക്കാം. മാസ് വരുമ്പം M, സിംപ്ലി M, ക്യാപിറ്റൽ M, അതിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ. അതുപോലെ ടൈമിന്റെ നോക്കാം. ടൈം ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? T ആണ്. കേട്ടില്ല? എന്തോ എന്തുവാടേ പറഞ്ഞിട്ട് പോയെ? ആ കേട്ടില്ല സാർ. ചുമ്മാതെ സ്പാം ചെയ്യാനായിട്ട് കയറിയ അതെനിക്ക് ഡീപ്പ് കണ്ടപ്പോ തോന്നി. പുള്ളി എനിക്കൊന്ന് ക്ലബ് ഹൗസിലൊക്കെ കയറുന്ന പോലെ വന്നതാണ് ഇവിടെ എന്തോ. അപ്പൊ നോക്കി ടൈം T, പിന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെമ്പറേച്ചറിന്റെ എന്തുമായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? T എന്ന് എഴുതാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ഇവിടെ ടൈം T വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ പിന്നെ ഇവിടെ തന്നെ ടൈമിന് ഇതൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അയ്യോ, എല്ലാം പിന്നെ ആരോ മഹിമ. ഓക്കെ, മഹിമയുടെ പേര് കണ്ടു. മഹിമ എസ് കുമാർ, പൈനിയർ SPC സ്റ്റുഡന്റ് കാഡറ്റ്. എന്തുപാടെ ഇത്? വലിയ പുള്ളിയാണല്ലോ. അപ്പൊ നോക്കി എന്താ പറഞ്ഞേ ഇവിടെ? എന്താ ഞാൻ ഇത് ടൈം. അപ്പൊ ടെമ്പറേച്ചർ എന്തുമായിരിക്കും? T നമുക്ക് പറ്റത്തില്ല. സിംപ്ലി കെൽവിന്റെ K. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണല്ലോ കെൽവിൻ, അതിന്റെ K ആണ്. ഇനി ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ എന്തുമായിരിക്കും? ഇലക്ട്രിക് കറണ്ടിന് നമുക്ക് രണ്ട് രീതിയിൽ മിടുക്ക. അപ്പൊ ഇലക്ട്രിക് കറണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകിൽ A എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് I. അല്ലെങ്കിൽ I. ഓക്കെ, ദെൻ അപ്പൊ ലെങ്ത് ആയി, മാസ് ആയി, ടെമ്പറേച്ചർ ആയി, ഇലക്ട്രിക് കറണ്ട്. എന്താ കേട്ടില്ല? I എന്നും പറയാം. അതായത് കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് I ഈക്വൽ ടു Q/T. കേട്ടിട്ടുണ്ട്? നിങ്ങളിപ്പോ തുടങ്ങിയതല്ലോ, നിങ്ങളെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോ ഇതൊക്കെ പഠിക്കും. അപ്പം അതായത് അതുകൊണ്ട് നമുക്ക് I എന്നും കാണിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ A ഫോർ ആംബിയർ. അതുപോലെ I എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ സിമ്പിൾ ആണ്. അപ്പം അങ്ങനെ നമുക്ക് നൊട്ടേഷൻ ആണ് I. ദെൻ ഇലക്ട്രിക് കറണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏതാ പറ? ഇനി എന്താ ഉള്ളത്? ലൂമിനസ് ഇന്റൻസിറ്റി. എന്താ ലൂമിനസ് ഇന്റൻസിറ്റി? ക്യാൻഡില വരുമ്പോ CD നമുക്ക് എഴുതിയാൽ മതി, ബ്രാക്കറ്റിനകത്ത് CD. പിന്നെ അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ അല്ലെ? MOL. അയ്യോ, എന്തോ എഴുതി വെച്ചേക്കുന്നത്? മോളായിട്ടോ എഴുതി വെച്ചേക്കുന്നേ. ഓക്കെ, മോൾ. അപ്പൊ ഇപ്പൊ 7 ക്വാണ്ടിറ്റി ആയോടെ? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാത്തതെല്ലാം ഉണ്ട് ഇവിടെ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, ഇതെങ്കിലും നിങ്ങൾ മറക്കാതിരിക്കണം. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഞാൻ 4 ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ കാര്യം കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തില്ലായിരുന്നോ?
ഫസ്റ്റ് ക്ലാസ്സിലെ ഫണ്ടമെന്റൽ ഫോഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ കണ്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു കിട്ടും. ഹലോ, നിങ്ങൾക്ക് ടോപ്പിക്കിൽ ഇല്ലാത്തതാണ്, എന്നാലും ഞാൻ പറഞ്ഞായിരുന്നു പഠിപ്പിക്കുമെന്ന്. പഠിപ്പിച്ചോ ഫണ്ടമെന്റൽ ഫോഴ്സ്? ഇല്ല സാർ. ഇല്ല. ഓക്കെ, നമുക്ക് ഇല്ല സർ. എടുക്കാം. അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അപ്പൊ ഇത്രയാണ്. അപ്പൊ നമുക്ക് ഇനിയും ഇതിപ്പോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകണം? അഡ്വാൻസ് ചെയ്ത് പോവാണ്. എവിടോട്ടാണ്? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാം? അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എഴുതാൻ നമുക്കിപ്പോ അറിയാം. ഇനി ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാം. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. നോക്കിക്കോ, ആദ്യത്തെ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഏരിയ ആണ്. ഏരിയ ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. ഏരിയ ഇസ് ഡെറൈവ്ഡ് ഫ്രം ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലെ. ലെങ്തും ബ്രെഡ്ത്തും. അപ്പൊ നിങ്ങൾക്ക് ഡയമെൻഷണൽ ഫോർമുല എഴുതണമെന്ന് അറിയാമെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് ഓർമ്മ വേണം. ഇക്വേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിയ പാടുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഇക്വേഷൻസും എല്ലാത്തിനും ഡയമെൻഷനും ഒക്കെ നിങ്ങളുടെ NCERT അല്ലെങ്കിൽ LCERT ടെക്സ്റ്റിന്റെ ഏറ്റവും പുറകിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. എന്നാ ഇമ്പൾസ്? അത് ഇമ്പൾസ് എല്ലാം പുറയിലുണ്ട്. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. എല്ലാം നിങ്ങൾക്ക് എല്ലാത്തിന്റെ ഇക്വേഷൻ പുറയില് ഈ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിന്റെ പുറകിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ എല്ലാത്തിനെയും കിടപ്പുണ്ട്. അപ്പൊ നോക്കിയേ, ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? L ആണ്. L. അതും ബ്രെഡ്ത്തും ഫണ്ടമെന്റലി എന്താണ്? അതും ലെങ്ത് ആണ്. സോ നമുക്കറിയാം ഓൾറെഡി ലെങ്തിന്റെ എല്ലാം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. ഈ L ഇൻറ്റു L. L ഇൻറ്റു L വരുമ്പോ എന്തുവാടെ? A⁻1 ഉം L സ്ക്വയർ. A സ്ക്വയർ എന്ന് പറയുന്ന പോലെ തന്നെ L സ്ക്വയർ. ഇത് ഈ സ്ക്വയർ നമ്മള് ബ്രാക്കറ്റിന്റെ വെളിയിലിടണോ അകത്തിലിടണോ? എവിടെ വേണമെങ്കിലും ഇട്ടു, കുഴപ്പമില്ല. ഒറ്റ എണ്ണമായിട്ട് നിങ്ങൾക്ക് എവിടെ ആയാലും കുഴപ്പമില്ല. അകത്തിട്ടാലും വെളിയിലിട്ടാലും ഒരുപോലെ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ അകത്തിട്ട് തന്നെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പലപ്പോഴും ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസുണ്ട്. സോ L സ്ക്വയർ. ഇനി വോളിയത്തിന്റെ കേസ് വരുമ്പോഴോ? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് L ഇൻടു ഹൈറ്റ്. ക്യൂബ്. L ഇൻറ്റു, അതായത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് L ക്യൂബ്. L ക്യൂബ്. L ഇൻറ്റു L ഇൻറ്റു L ദാറ്റ് ഈക്വൽ ടു L ക്യൂബ് നമുക്ക് കിട്ടും. L ക്യൂബ്. ആൻഡ് ഇനി എന്താ നമുക്ക് ലെങ്ത് ഇത്രയും കിട്ടിയാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഡെൻസിറ്റി നോക്കാം. മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. മാസ് ഡെൻസിറ്റി ആകണ്ട കേട്ടോ. മാസ് ഡെൻസിറ്റി ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അങ്ങനെ ഒരുപാട് ഡെൻസിറ്റി തന്നെ പലതരത്തിലുണ്ട്. ബട്ട് മാസ് ഡെൻസിറ്റി വരുമ്പോഴത്തേക്ക് മാസ് ഡെൻസിറ്റി നിങ്ങൾ പഠിച്ചാൽ മാസ് ബൈ വോളിയം, മാസ് ഡിവൈഡ് ബൈ വോളിയം. എന്താ അപ്പം നമ്മൾ ഓൾറെഡി നമുക്കറിയാം മാസിന്റെ M ആണ്. ഡിവൈഡ് ബൈ വോളിയം L ക്യൂബ്. L ക്യൂബ് അല്ലേ? L ക്യൂബ്. ഇത് ടോപ്പിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് M/-3. ഇതാ പവേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ മുകളിൽ നിന്നുള്ള ആൾ താഴോട്ട് വരുവാണെങ്കിൽ, അല്ലെ താഴെ നിന്നുള്ള ആൾ മുകളിലോട്ട് പോവാണെങ്കിൽ ആ പവറിന്റെ സൈൻ മാറും. ഇപ്പൊ L ക്യൂബ് മുകളിൽ പോകുമ്പോഴത്തേക്ക് അതിന്റെ സൈൻ മാറിയിട്ട് L⁻³ ആവും. ഇതെനിക്ക് അത്ര കണ്ടിട്ട് അത്ര രസമൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചാല് ഇങ്ങനെ 2 ബ്രാക്കറ്റിലൊക്കെ എഴുതിയേക്കുന്നത്. ഒന്നാമത് തന്നെ ഞാൻ എഴുതുന്നത് ഈ മൗസ് കൊണ്ട് വൃത്തികേടാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ 2 ബ്രാക്കറ്റിൽ ത്രികോണേന്ന് ഇരിക്കുന്നു. സോ എന്താണ്, എനിക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതണം. എന്തായിരിക്കും വൃത്തിയാക്കാന്? ഒരൊറ്റ ബ്രാക്കറ്റിൽ എഴുതിയാൽ പോരെ? ഒരൊറ്റ ബ്രാക്കറ്റിലോട്ട് ആക്കും. നോക്കും, M⁻⁻3. ഓക്കെ. ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോ എന്തെങ്കിലും പറഞ്ഞാ? കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡയമെൻഷണൽ ഫോർമുല ഏറ്റവും വൃത്തിയായിട്ട് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഓരോ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നല്ലേ പറയേണ്ടത്. അപ്പൊ നിങ്ങള് ഈ മാസ്, ലെങ്ത്, ടൈം, ഈ 3 കാര്യത്തിന്റെ ഡയമെൻഷൻ എഴുതണമെന്നാണ്. ഈ 3 കാര്യത്തിന്റെ ഡയമെൻഷൻസ് നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയിൽ ഡിനോട്ട് ചെയ്തിരിക്കണം എന്നാണ്. കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ 3 എണ്ണത്തിന്റെ എഴുതണം. അപ്പൊ ഇവിടെ നമ്മള് മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്, M⁻⁻1 ആണ്. അതുപോലെ ലെങ്തിന്റെ ആണ് -3 ആണ്. അങ്ങനെയാണ് ടൈമിന്റെയും കൂടെ നമുക്ക് എഴുതണ്ടായോ? അതല്ലേ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ, അങ്ങനെയല്ല ആകത്തുള്ളൂ. T⁻0. ഇപ്പൊ ചോദിക്കുകയാണ്, ഇങ്ങനെ ചോദ്യം ചോദിക്കാം, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ടൈം ഇൻ മാസ് ഡെൻസിറ്റി? മാസ് ഡെൻസിറ്റിയിലെ ടൈമിന്റെ ഡയമെൻഷൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും?
സീറോ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എഴുതിയാൽ മതി. ഡയമെൻഷണൽ ഫോർമുല എന്ന് ചോദിക്കുമ്പോഴാണ് ഇത്ര എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ച്. ഡയമെൻഷൻ ചോദിച്ചാൽ ഈ ജസ്റ്റ് പവർ മാത്രം പറഞ്ഞാൽ മതി. ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെ T⁻0. ഇതാണ് ഏറ്റവും കൃത്യമായ റെപ്രസെന്റേഷൻ. നിങ്ങൾ ഇങ്ങനെ എഴുതി ഇവിടം വരെ വെച്ചിട്ട് എഴുതിയാലും ഓക്കെ, യു വിൽ ഗെറ്റ് മാർക്സ് കിട്ടും. പക്ഷെ ഇതാണ് ഏറ്റവും വൃത്തിയായ റെപ്രസെന്റേഷൻ. ഈ മൂന്നെണ്ണത്തിന്റെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വാണ്ടിറ്റി നോക്കാം. എന്താ? വെലോസിറ്റി. മിടുക്കൻ. പിള്ളേച്ചനിപ്പോ പഠിച്ചു തുടങ്ങി. പിള്ളേച്ചോ, എന്തോ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. പിള്ളേച്ചന് അറിയത്തില്ല ആർക്കും? ഇല്ല. ഇല്ല. അറിയാം. മാധവ, പിള്ളേച്ചനെ അറിയത്തില്ലെന്ന് ഒന്ന് പരിചയപ്പെടുത്തിക്കൊടു. പിള്ളേച്ചനെ അറിയത്തില്ലെന്ന് പിള്ളേർക്ക്. അപ്പൊ നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ്. അത് തന്നെ. ഞാൻ ഇവരെല്ലാം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ പുതിയതായിട്ട് വന്നവർക്കൊന്നും അറിയത്തില്ല. ഇവര് മാവേലിക്കരയിലെ അഖിൽനാഥ്, പിന്നെ ആരോടുള്ള മഹിമയുണ്ട്. ദെൻ മാവേലിക്കര IRS-ലോ? അല്ല, പറഞ്ഞിരിക്കാതെ. ഓക്കെ, ഞാൻ IRS-ലെ അക്ഷര ഒക്കെ അറിയാവോ? ട്യൂഷൻ സെന്റേഴ്സ് അക്ഷര IRS ഒക്കെ. ഇല്ല. അല്ല, നിങ്ങളോടല്ല, ഞാൻ മാവേലിക്കര ഉള്ള ആളോട് ചോദിച്ചത്. അപ്പൊ അവിടെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പാന്ന് തോന്നുന്നു. അല്ല, മാധവനെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മഹിമയൊക്കെ 3 വർഷം മുമ്പ് ഞാൻ അവിടെ അക്ഷര പഠിപ്പിച്ചിട്ടുണ്ട്. 10ലെ ബ്രിഡ്ജ് മുതലേ ഉള്ളായിരുന്നു. 10ല് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കോട്ടയത്തോട്ട് മൂവ് ചെയ്തു. നിങ്ങളെ പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നു മാധവന് മുമ്പ് വരെ. മാധവനൊക്കെ വരുന്നതിന് മുമ്പ്. മാധവനെ പഠിപ്പിച്ചിട്ടുണ്ടോ? 10 തുടങ്ങിയപ്പോഴാ സാറ് പോയത്. പിന്നെ ഞാൻ കോട്ടയത്തായിരുന്നു. ടീച്ചറൊക്കെ ഉള്ളത്. ഞാൻ തിരിച്ചു വന്നത് നിങ്ങളുടെ +1 ആയപ്പോഴല്ലേ? പക്ഷെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ, എന്ന് വെച്ചാൽ ഓൺലൈനിൽ പണ്ട്. അന്ന് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. എനിവേ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മളിപ്പോ എന്തിനാ അങ്ങോട്ട് പോയത്? പിള്ളേച്ചിന്റെ കാര്യം പറഞ്ഞു പോയത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഫണ്ടമെന്റലി ഇറ്റ് ഈസ് ലെങ്ത്. സോ L അല്ലേ? L ഡിവൈഡ് ബൈ ടൈം എന്താണ്? T. അയ്യോ, ഞാൻ എന്തോ എഴുതി വെച്ചേക്കുന്നേ? T അല്ലേ? T ആണ്. അപ്പൊ നോക്കി, T⁻1 ആണ്. T⁻1 മോളിൽ വരുമ്പോ എങ്ങനെ വരും? L × നമുക്ക് ആദ്യം ഇങ്ങനെയൊക്കെ എഴുതാം, -1. സോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് ഇങ്ങനെ രണ്ടായിട്ടിരുന്ന് എന്ത് ചെയ്തു, ഞാൻ ഒറ്റ ഇതാക്കി LT⁻1. ദാറ്റ്സ് ഇറ്റ്. ഇത് സിമ്പിൾ അല്ലേ? അയ്യേ. നമുക്ക് അടുത്ത് നോക്കാം. ആക്സലറേഷൻ. നമ്മളിങ്ങനെ കൂടി പോവാം. വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. കണ്ടുപടി, പിള്ളേച്ചൻ ഫുൾ പവർ ആണ്. വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അപ്പൊ വെലോസിറ്റി എന്താണ്? LT⁻1 പിള്ളേച്ചൻ നമ്മള് ബെർണോളിസ് തിയറി ഒക്കെ പഠിപ്പിച്ചപ്പം പിള്ളേച്ചൻ ഉണ്ടായിരുന്നു അവിടെ? പിള്ളേച്ചോ, ബെർണോളിസ് തിയറി നമ്മളവിടെ പഠിപ്പിച്ചപ്പോ ഉണ്ടായിരുന്നു? എവിടെ? ട്യൂഷനിലോ? ഇവിടോ? അല്ലല്ല, മാവേലിക്കര IRS ഞാൻ പഠിപ്പിച്ച സമയത്ത്. അത് പഠിപ്പിച്ചിട്ട് തീർത്തിട്ടല്ലേ വന്നേ? ലിക്വിഡ് വന്നേ? ആബ്സെന്റ് ആയിരുന്നു. ഓ, ശരി. മാധവന് ഓർമ്മയുണ്ടോ? ചെറുതായിട്ട്. 1 വർഷമായില്ലേ സാർ? 1 വർഷമോ? സെക്കൻഡ് ഇയർ സാർ. അപ്പൊ 1 വർഷമായി. എനിക്ക് വയ്യ. ഞാൻ കണ്ട ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇത്ര 4 മാസം കണ്ടു. അല്ല, ഞാൻ കുറെ നാളായി നിങ്ങളെ പഠിപ്പിച്ചു നോക്കിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലേ. എനിവേ, അപ്പൊ LT⁻1 ഡിവൈഡ് ബൈ, അല്ല പിള്ളേച്ചൻ അതുകൂടെ പഠിച്ചോന്ന് അറിയാൻ ചോദിച്ചതാ. അപ്പൊ നോക്കിയേ, LT⁻1 ഡിവൈഡ് ബൈ T അല്ലെ? T മുകളിലോട്ട് വരുമ്പോ T⁻1. സോ LT⁻1 ഇൻറ്റു T⁻1. T⁻1 ആണ്, അത് മുകളിൽ വരുമ്പോ T⁻1. സോ ഇവിടെ എന്താണ്? ഇവിടെ എങ്ങനെയാ വെച്ചാൽ രണ്ടുകൂടെ T⁻2. ഓക്കെ. അതെങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L ഓക്കെ, അതങ്ങനെ ഒറ്റെണ്ണേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, A⁻m ഇത് നമ്മൾ ഓൾജിബ്ര പഠിച്ചിട്ടുള്ളതാണ്. A⁻m × A⁻n is equal to A⁻m + n. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ കാരണം എന്താണ്? ബേസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ A ആണ്. ബേസ് സെയിം ആയിട്ട് വരുന്നതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ പവേഴ്സ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് ഇപ്പൊ ഇവിടെ നോക്കിയേ,
ടി എന്ന് പറഞ്ഞ ടൈം, ഇവിടെയും ടൈം ടി. അതിന്റെ പവേഴ്സ് അപ്പൊ ആഡ് ചെയ്താൽ മതി ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടി റേസ് ടു -1 പ്ലസ് -1 എത്ര കിട്ടും? 2 മൈനസ് നടുക്ക് പ്ലസ് ആണെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് സൈൻ. എന്താ എന്താ ഇത് വെച്ച് ആ -2 ആണ്. ഓക്കെ, 2 മൈനസ് വന്നു, നടുക്ക് പ്ലസ് ആണെങ്കിൽ മൈനസും മൈനസും അത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. സോ -2. ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ അറിയാവോടെ ഈ സൈൻ ഒക്കെ ഇങ്ങനെ വരുമ്പോ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ? അറിയാം സർ. അറിയാത്ത പോട്ടെ, ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ദെൻ അപ്പൊ അത്യാവശ്യം എന്താ കേട്ടില്ല? അത്യാവശ്യം അറിയാം. അത്യാവശ്യം അത്യാവശ്യം അറിയാം. ഭാഗ്യം. നോക്കി നമുക്ക് അടുത്ത ക്വാണ്ടിറ്റി പോകാൻ. ദാറ്റ് ഈസ് ഫോഴ്സ്. യാ, ഓ എനിക്ക് വയ്യ, പിള്ളേച്ചനെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പൊ മാസിന്റെ ആക്സലറേഷൻ, മാസ് എം ആൻഡ് ആക്സലറേഷൻ നമ്മൾ ഇപ്പൊ കുറച്ചു മുമ്പ് കണ്ടുപിടിച്ചു, LT റേസ് ടു -2 അല്ലെ? LT റേസ് ടു -2 സിമ്പിള്. അയ്യയ്യേ, ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ ബ്രാക്കറ്റിലോട്ടാക്കുക. MLT റേസ് ടു -2. യാ മാൻ. സോ നെക്സ്റ്റ് അടുത്ത ക്വാണ്ടിറ്റി എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? വർക്ക് പറയാം. വർക്ക്. യാ മാൻ, വർക്ക് പറ. വർക്കിന്റെ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. പൊളി. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്തുവാ? ഫോഴ്സിന്റെ എന്തോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് MLT റേസ് ടു -2 മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ലെങ്ത് L. ഇവിടെ L റേസ് ടു 1 ഉണ്ട്. L റേസ് ടു 1 അല്ലെങ്കിൽ L ഇൻടു L എന്താ? L². സോ എന്താണ് കിട്ടിയേ? ML സ്ക്വയർ -2. യാ. അപ്പം നിങ്ങളെ എനർജിയുടെ കാര്യം ചോദിച്ചാലും ഈ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് സെയിം ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എനർജിയുടെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. എനർജി എടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ ½ വെച്ച് ചെയ്യാൻ പറ്റും. കേട്ടില്ല? ഡയമെൻഷൻ വർക്കും എനർജിയും ഡയമെൻഷൻ വരുന്നത്. ടോർക്കിനും സെയിം ഡയമെൻഷൻ വരുന്നുണ്ട്. അപ്പൊ ½ എടുക്കാം, mgh എടുക്കാം. എനർജിക്ക് വരുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വേണമല്ലോ, അതായത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതിന്റെ എല്ലാ ഇക്വേഷൻസ് നമുക്ക് എടുക്കാം. സോ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? പ്രഷർ എനർജി നമുക്ക് അറിയാമല്ലോ. പ്രഷർ എനർജി പഠിപ്പിച്ചിട്ടുണ്ട്. മീൻസ് അവരെയാണ്, മാവലിക്കരക്കാരെയാണ്. അപ്പൊ നോക്കി ML² T റേസ് ടു -2. ഇനി നമുക്ക് അടുത്ത ഏതാ? പവർ നോക്കാം. പവർ പറ. വർക്ക് ബൈ ടൈം. പവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ? ഒരു കപ്പാസിറ്റി ടു വാവ് എന്തുവാടെ, അതാണോ? അത് എനർജി അല്ലേ? എന്നെ കൊണ്ട് എല്ലാം വാവ് പറയിപ്പിക്കരുത്. എന്താ കേട്ടില്ല? കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. ഒന്നില്ല. വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ശരിയാണ്. എനർജി ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. അത് തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിന് ഡയമെൻഷൻ ഫോമിലെ സെയിം ആയിട്ട് വരുന്നുണ്ട്. വർക്ക് പവർ എന്ന് പറഞ്ഞ ഇതാണ്, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു ഇടിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇപ്പൊ എന്റെ ഇടിയാണോ നമ്മുടെ പിള്ളേച്ചന്റെ ഇടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു യൂണിറ്റ് ടൈമില് ഒരു ഇടിക്ക് എത്രമാത്രം ആർക്കാണ് എഫക്ട് കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാകും? ഞാൻ ഒരു ഇടിച്ചപ്പോ തെറിച്ചു പോയി. ഞങ്ങൾ രണ്ടുപേരും മാധവനെയാണ് ഇടിക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഞാനും ഒരു മാധവന് ഇടി കൊടുത്തു. നമ്മുടെ അഖിൽനാഥും ഇടി കൊടുത്തു. അപ്പൊ ഏത് ഇടിക്കാണ് കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായത്? അതായത് ഒറ്റ ഒരു യൂണിറ്റ് ടൈമിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഇടിക്കാന്ന് പറയാൻ അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അപ്പൊ മാധവൻ തെറിച്ചു പോകുന്നുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ വർക്ക് നടക്കുക. ഒരു യൂണിറ്റ് ടൈമില് ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന ഏതാണ്? അതാണ് പവർ കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കാണ് പവർ കൂടുതൽ? ഞാൻ ഇടിച്ചപ്പോഴാണ് കൂടുതൽ ദൂരം പോയെങ്കിൽ ആർക്കായിരിക്കും പവർ കൂടുതൽ? എനിക്കായിരിക്കും. സോ അതാണ് ഒരു യൂണിറ്റ് ടൈം എടുത്തു, അതിനകത്ത് ആ യൂണിറ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആരാണോ അതാണ് ഏറ്റവും പവർ കൂടുക എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. സോ വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ് പവറിന്റെ ഇക്വേഷൻ. വർക്ക് ഡിവൈഡ് ബൈ ടൈം ഈസ് ദ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ എന്താ വർക്കിന്റെ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് ML² T റേസ് ടു -2. ML² T റേസ് ടു -2 that divided by time T. സോ എന്നാ കിട്ടി? എന്താ ML² അതുപോലെ എഴുതുക. ML² T റേസ് ടു -. നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട്
എല്ലാ ലെവലിലുള്ളവരും കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ പറയാം. അതുകൊണ്ടാണ് പറയുന്നത്. t⁻1 ആണ്. t⁻1 മുകളിൽ വരുമ്പോൾ t⁻−1 ആവും. സോ അതൊക്കെയാണ്. ഇനി നോക്കിയേ, സാർ ബോർഡ് അനങ്ങുന്നില്ല, വർക്ക് വരെ നിൽക്കുന്നേ ഉള്ളൂ. അയ്യോ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. അല്ല കാണാമല്ലോ. അപ്പൊ എന്റെ വിഷയം സാർ. ഓക്കെ, അല്ല നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്നേക്കുന്നേ? അപ്പൊ എം അതുപോലെ എഴുതുക. ഓക്കെ, L²L ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? L². ഓക്കെ, അതുപോലെ എഴുതാം. t⁻−2 ഉണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട് അല്ലേ? നിങ്ങൾ ആഡ് ചെയ്താൽ മതി. t⁻A⁻m × A⁻m+n എന്ന് പറയുന്നത് t⁻−2 + 1. ആ പ്ലസ് വേണം എഴുതേണ്ട ആവശ്യമില്ല. -2 -1 എന്നതിന് അർത്ഥം വരുന്നു. 2 മൈനസ് വന്നാൽ ആ രണ്ട് സംഖ്യയും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് ആയിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ എന്താ കിട്ടും? ml² t⁻3. സോ അതാണ് പവറിന്റെ. നമുക്കിനി ഒരു കാര്യം കൂടെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോവാം. എനർജിയുടെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, എനർജിയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും പറഞ്ഞു. എനർജി പറ. ½ mv² വെച്ച് പറയാം. ½ mv² എന്തായിരിക്കും? ഹാഫ്. ഈ ഹാഫ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റിന് നമുക്ക് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ അനാലിസിസിലെ കോൺസ്റ്റന്റിന് നമ്മൾ എന്ത് ചെയ്യും? തൂക്കിയെടുത്ത് വെളിവിട്ട് കളയും. പോകാൻ പറ. നമുക്ക് അതിന് നോക്കേണ്ട കാര്യമേ ഇല്ല. സോ ബാക്കിയുള്ള ആൾക്കാർ നോക്കിയാൽ മതി. അതൊരു ഡ്രോബാക്ക് ആണ്. ഏത്? ഈ ഡയമെൻഷൻ അനാലിസിസ് വരുമ്പോഴത്തേക്ക് അതുവഴി നമുക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ, വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ് എന്ത്? ഒരു ഡിഡക്ഷൻ ഓഫ് റിലേഷൻ അല്ലെ? റിലേഷൻ റെഡ്യൂസ് ചെയ്യാന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ടൈം പീരീഡിന്റെ ഒക്കെ നിങ്ങൾ ചെയ്ത് കാണും അല്ലെ? ഡിഡക്ഷൻ t = 2π√L/g എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കാണും. അപ്പൊ ഈ 2π എന്നുള്ള വാല്യൂ ഉണ്ട്, അതാണ് അവിടുത്തെ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ് ഉപയോഗിക്കണം. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ് ഡയമെൻഷൻ അനാലിസിസിന്റെ. അപ്പോൾ അത് വിടും. നമുക്ക് ½ mv² ആണ്. ½ mv²ന് ഹാഫിനെ നമുക്ക് തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. ബാക്കിയുള്ളവരെ നോക്കാം. മാസ് m പറയുമ്പോൾ മാസ് ആണ് m. ആൻഡ് ഇത് സെക്കൻഡ് വൺ വെലോസിറ്റി. വെലോസിറ്റിയുടെ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് വെലോസിറ്റിയുടെ ആദ്യമേ എഴുതാം. LT⁻−1 ആണല്ലോ എന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ചത്. LT⁻−1 അതിന്റെ സ്ക്വയർ ചെയ്യണം. ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. A⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിലല്ലേ ഇപ്പൊ കിടക്കുന്നത്, കണ്ടില്ലേ? ഇതിന്റെ whole⁻². ഇപ്പൊ ഇവിടെ നോക്കി t⁻1 അതിന്റെ whole⁻² എന്നല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെ? ഇവിടെ L⁻1 ഉണ്ട്, അതിന്റെ whole⁻². അതായത് A⁻m ഈസ് ഈക്വൽ ടു എന്താണ്? A⁻mn. അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മറ്റേടത്ത് നമ്മൾ ആഡ് ചെയ്തു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരി, ഇത് സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കിക്കോ. ദാറ്റ് ഈസ് നമ്മൾ ആദ്യമേ m എഴുതാം, പിന്നെ L⁻1⁻². അപ്പൊ L⁻1 × 2, 1 × 2 ദാറ്റ് ഈസ് 2. അപ്പൊ ml². ഇനി t⁻−1 ഓക്കെ, അതും കഴിഞ്ഞു. അപ്പൊ ml² t⁻−2 ഡൺ. സോ എന്തെങ്കിലും സിമിലാരിറ്റി ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ എന്തെങ്കിലും സിമിലാരിറ്റി? എനർജിക്കും വർക്കിനും ഒരേ ഡയമെൻഷന്. നോക്കിയേ, ഇവിടെ നമുക്ക് വർക്കിന് ml² t⁻−2 കിട്ടി. എനർജിക്ക് നമ്മൾ ചെയ്ത് വന്നപ്പോൾ ml² t⁻−2 കിട്ടി അല്ലെ? സോ സെയിം ഡയമെൻഷൻ വരുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വിച്ച് among the following have the same dimensional formula എന്നൊരു ചോദ്യം വരാം. അപ്പം മിക്കവാറും വരാനുള്ള വർക്കും എനർജിയും വരാറുണ്ട്. സോ ആൻഡ് എന്താണ് അടുത്ത എന്താ? നമുക്ക് ഒരു ടോർക്ക് കൂടെ പറയാം. നിങ്ങൾ ടോർക്ക് ഒക്കെ പഠിച്ചു കാണുമല്ലോ. ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ പഠിച്ചു തുടങ്ങി. നിങ്ങളൊക്കെ എന്താ പറയണ്ടേ? ഇപ്പൊ നിങ്ങളൊക്കെ ഭാഗ്യദോഷികളാന്ന് പറയണം. ബിക്കോസ് നിങ്ങൾ ആ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളൊന്നും പഠിക്കില്ലല്ലോ എന്ന് അറിയുമ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമം. കാരണം അതൊന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനായിട്ട്, ഫോക്കസ് ഏരിയ വെച്ചിട്ടാണെങ്കിലും. നിങ്ങൾ പരീക്ഷയ്ക്ക് അതൊന്നും ബാക്കിയൊന്നും പഠിക്കാൻ വലിയ ചാൻസ് ഇല്ലല്ലോ. പക്ഷെ ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ,
എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് പ്ലസ് വൺ ആർക്ക്, പക്ഷെ അടിപൊളി ചാപ്റ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. ഇഷ്ടം പോലെ പ്രോബ്ലംസും വരാം, പക്ഷെ ഒരു നല്ല കൺസെപ്റ്റ്സ് ഒക്കെ ഉള്ള ചാപ്റ്ററാണ്. പഠിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പഠിപ്പിക്കുന്നു, സെഡാക്കല്ലേ മനസ്സ്. സാറല്ല സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അതുമല്ല ഇനി ഇതിന്റെ അതും കൂടെ നന്നായിരുന്നു അത് അടുത്തത്. ഓക്കെ, പോട്ടെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഒന്നും ഇല്ലാത്ത പഠിക്കാൻ, കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. സോ അപ്പൊ നമുക്ക് എനർജിയുടെ കാര്യം പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് എന്താ അടുത്ത ടോർക്ക് നോക്കാം. ടോർക്കിന്റെ ആണെങ്കിൽ ഇക്വേഷൻ, ടോർക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോഴ്സ്. ടോർക്ക് എന്താണ്? ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് ഫോഴ്സ്, അല്ലെ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ റേഡിയസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഫോഴ്സിന്റെ എന്താണ്? mlt raised to minus 2 and multiplied by എന്താ ഡിസ്റ്റൻസ് ലെങ്ത് അല്ലേ, ലെങ്ത്. അപ്പൊ എന്താ കിട്ടിപ്പോയി ml square t raised to minus 2. ഇവിടെ എന്തെങ്കിലും സിമിലാരിറ്റി ആരുമായിട്ടെങ്കിലും കാണുന്നുണ്ടോ? കണ്ട, ഇവിടെ ഉണ്ട്. ഇവൻ കുമ്പിടിയാണ്. 3 പേർക്കുണ്ട് അല്ലേ. എനർജിക്കുണ്ട്, വർക്കിനുണ്ട്, അതുപോലെ ടോർക്കിന് സെയിം ഡയമെൻഷൻ ഫോർമുല കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. മക്കളെ ആരാണ്ട് ചോദിച്ചു ഇമ്പൾസ് കൂടെ പറഞ്ഞേക്കാം. ഇമ്പൾസ് മൊമെന്റം നമ്മൾ വിട്ടുപോയി അല്ലേ. മൊമെന്റം ഇമ്പൾസ് പറഞ്ഞപ്പോഴാണ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് എന്ത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മൊമെന്റം. സോ മൊമെന്റത്തിന്റെ ഇക്വേഷൻ പറ പെട്ടെന്ന്. ലീനിയർ മൊമെന്റം ആണ്, എല്ലാം പവറാണ്. നോക്കി mv മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? m വെലോസിറ്റി ദാറ്റ് ഈസ് lt raised to minus 1 and ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് mlt raised to minus 1. വാവ്, അത്രേ ഉള്ളൂ. അതാണ് ലീനിയർ മൊമെന്റ്. ആൻഡ് ഇനി നമുക്ക് ഡയമെൻഷണൽ ഫോർമുല എഴുതുന്ന ഏകദേശം നിങ്ങൾക്കെല്ലാം കത്തിയെന്ന് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, കത്തിയോടെ കത്തി കാണണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എല്ലാരെയും ഉദ്ദേശിക്കുന്നുണ്ട്. ബിലോ ആവറേജും എബവ് ആവറേജും എല്ലാരെയും കൂടെ ഉദ്ദേശിച്ചാൽ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇല്ല ചോദ്യം ഞങ്ങളോടൊക്കെ ഇതൊക്കെയാണോ സാറേ ചോദിക്കുന്നത്? നിങ്ങൾ പലരും ചോദിക്കും എന്നോട്. അങ്ങനെ വിചാരിക്കില്ല, നമുക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം അല്ലേ. അങ്ങനെ വേണം, അല്ലെ അവൻ അവിടെ കിടക്കട്ടെ, അവൻ പഠിച്ചോട്ടെ, അങ്ങനെ വിചാരിക്കും. സോ ലീനിയർ മൊമെന്റ് നമുക്ക് mv ഇത് ഇത്രയായി. ഓക്കെ, സെറ്റ്. ഇവിടെ ആർക്കെങ്കിലും ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഇതിനകത്ത് ആർക്കെങ്കിലും മാർക്ക് വേണ്ട എന്ന് താല്പര്യമുള്ള ആരും ഉണ്ടോ? മീൻസ് എനിക്ക് A+ ഒന്നും വേണ്ട എന്ന് താല്പര്യമുള്ള ആരും ഉണ്ടോ? എനിബഡി? എന്ത് പറ്റിയാലും എന്നെ കൊണ്ട് A+ വേണ്ട എനിക്ക് എന്ന് പറഞ്ഞ ആരും ഉണ്ടോ ഇവിടെ? ഇല്ല, എല്ലാവർക്കും A+ഓ ഫുൾ മാർക്കോ മേടിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ പഠിക്കുന്നില്ല, അല്ല ഒന്നുമല്ല, ബുദ്ധിയില്ലാണ്ടല്ല. കൂടുതൽ സമയം പഠിക്കേണ്ട സമയം മൊത്തം മൊബൈലിൽ കുത്തിയിരുന്നാൽ പിന്നെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെ, പഠിക്കേണ്ട സമയം മൊത്തം നിങ്ങൾ TV കണ്ടുകൊണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെല്ലാം നടക്കുകയും വേണം, പക്ഷെ പഠിത്തം മുന്നോട്ട് പോവുകയും വേണം. അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ വഴി. ഷെഡ്യൂൾ ചെയ്യാന്ന് നമുക്ക് ഈ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ പലരും പ്രഷർ ചെയ്യുമായിരിക്കും, വീട്ടുകാർ പ്രഷർ ചെയ്യുമായിരിക്കും, പഠിക്കണം. കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പറയും നിങ്ങൾക്ക് എപ്പോഴും ഫോണിൽ കളിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ, പഠിത്തം നടക്കുന്നില്ല. പക്ഷെ ആക്ച്വലി കളിക്കാൻ വേണം. എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ത് പാടി? നിങ്ങൾ ചൈൽഡ്ഹുഡ് ആണ്, നിങ്ങൾക്ക് കളിക്കേണ്ട ആവശ്യമുണ്ട്. പുറത്തുപോയി കളിക്കാൻ ഏറ്റവും ബെറ്റർ. മൊബൈൽ ഗെയിംസിനേക്കാൾ ഏറ്റവും ബെറ്റർ പുറത്തുപോയി ഫിസിക്കൽ ഗെയിംസ് ആണ് ഏറ്റവും ബെറ്റർ. സോ ഇതെല്ലാം അത്യാവശ്യമായിട്ട് കാര്യമാണ്. നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ എന്നെ അങ്ങനെ നമ്മുടെ ആ ഏരിയയിൽ അധികം പേരില്ലായിരുന്നു. വിടത്തൊന്നും ഇല്ലായിരുന്നു. മീൻസ് വിടുമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പോകാൻ ആരും ഇല്ലായിരുന്നു. എല്ലാം വേണം നമുക്ക്. TV കാണണമെന്ന് വെച്ചാൽ TV കാണണം, മൊബൈൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മൊബൈൽ യൂസ് ചെയ്യണം. പിന്നെന്താ ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ്സ് എല്ലാം വേണമെന്ന് വെച്ചാൽ അതെല്ലാം വേണം. പക്ഷേ ഒന്ന് മാത്രമായി പോയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ മൊബൈൽ മാത്രമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ആ ഒരൊറ്റ നോളജ് മാത്രമേ കിട്ടുന്നുള്ളൂ. മൊബൈലിൽ കിടന്ന് കുത്താനുള്ള നോളജ് മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ. ഈ ഒരു ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ ആണ് 12th വരെ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് 12th വരെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെയൊക്കെ ഉഴപ്പെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ വേ നമുക്ക് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. പക്ഷെ
അന്നൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോളേജൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ മോശമല്ലാതെ തന്നെ പോകണം. നിങ്ങൾക്ക് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ രാവിലെ ആദ്യമേ ബോഡിയാണ് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. നമ്മുടെ ബോഡി, ആ ബോഡി ടോക്സിക് ആണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കായിരിക്കും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു നേരം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യണം. സിമ്പിൾ എക്സസൈസ്. നിങ്ങൾ ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഹോം വർക്കൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് വെച്ച് ചെയ്യുക. രാവിലെ ചെയ്യാൻ ഞാൻ അങ്ങനെ ഒരു പറയുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ രാവിലെ എഴുന്നേക്കണം, വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിലല്ല. ബിക്കോസ് ഞാനൊക്കെ കിടക്കുന്നത് തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ്. നമ്മുടെ പിള്ളേച്ചനും മാധവനും ഒക്കെ അറിയും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കിടക്കുന്നു. ഞാനൊരു എന്നെ കൂട്ടുകാരൊക്കെ ഔളി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഔളി എന്ന് പറയുമ്പോൾ മൂങ്ങ. അപ്പൊ നൈറ്റ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, ഡേ പേഴ്സൺസ് ഉണ്ടായിരിക്കും. നൈറ്റിലാണ് കൂടുതൽ. ചിലർക്ക് നൈറ്റിൽ പഠിച്ചാലേ പറ്റത്തുള്ളൂ, ചിലർക്കാണെങ്കിൽ രാവിലെ പഠിക്കാൻ പറ്റുന്നൊരു ഭാഗ്യവാന്മാരാണ്. കാരണം രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നല്ല റിഫ്രഷ്ഡ് ആയിരിക്കും ബ്രെയിൻ. സോ കുറച്ചുകൂടെ ഇൻടേക്ക് കൂടുതലായിരിക്കും. നല്ലൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഇത് എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ബോഡിയിൽ നല്ലതായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും, നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ ഒക്കെ നടക്കും, കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഒരു ഊർജ്ജം കിട്ടും. സോ എക്സസൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. ഡേ ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് ബുദ്ധിമുട്ട് കാണും ചിലപ്പോൾ നിങ്ങളുടെ കോളേജിലെ ക്ലാസ്സിൻ്റെ ഒക്കെ ഇത് വരുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ടൈം വെക്കാതെ ഇത്ര മണിക്കൂർ ഞാൻ എന്റർടൈൻമെന്റ് ഉപയോഗിക്കും, ബാക്കി ഇത്ര സമയം ഞാൻ പഠിക്കും. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, സെൽഫായിട്ട് റിവാർഡ് ചെയ്യാം. പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മൂവി ഞാനങ്ങ് കാണും. 2.5 മണിക്കൂർ വേറെ ഒന്നും പഠിക്കത്തില്ല, ഞാൻ 2.5 മണിക്കൂർ ഇരുന്നങ്ങ് കാണും. പക്ഷെ ഞാൻ അന്ന് ഇത്രയും പഠിച്ചിരിക്കും, ഇത്രയും ഒരു പോർഷൻ പഠിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ പലർക്കും നിങ്ങൾക്ക് എക്സാം ഒക്കെ എടുത്തോണ്ട് പലർക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് കാണും, ഒരു മൂവി കാണണമെന്ന് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ അല്ലെങ്കിൽ റീൽസ് ഇടാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ നിങ്ങൾക്ക് ഒരു കുറ്റബോധം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും കാണുമായിരിക്കും. കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പഠിക്കേണ്ട സമയത്തല്ലേ ഇതൊക്കെ ചെയ്ത് സമയം കളയുന്നേ. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ ചെയ്യുക. ഞാനൊക്കെ എക്സാമിന്റെ തലേന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സാമിന് തലേന്നൊന്നുമില്ല, അതൊക്കെ ഇച്ചിരി തള്ളാണ്. ഒരാഴ്ച മുമ്പ് വരെയൊക്കെ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എന്താണ്, നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ എന്റർടൈൻമെന്റിന് കുറച്ച് സമയം എടുക്കണ്ടേ, അതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ അത് നമ്മൾ എന്റർടൈൻമെന്റ് ഉപയോഗിക്കുന്നത് റിവാർഡായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. പഠിക്കാൻ അത് വിട്ടുവീഴ്ച കൊടുക്കരുത്. കാരണം നമ്മുടെ ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, കോളേജൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇഷ്ടം പോലെ ആഘോഷിക്കാനുള്ള സമയമുണ്ട്. ഈ ഓൺലൈൻ ആഘോഷമല്ല, ഓഫ്ലൈൻ ആണെങ്കിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് അന്നേരം. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പറയും ഈ പഠിത്തമാണോ. നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ അത് ആലോചിക്കണം, അതിനകത്ത് എത്ര പേരാണ് അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഒന്നും രക്ഷപ്പെടണമെന്നില്ല, മനസ്സിലായി. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഇപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവന്റെ കൂട്ട് തന്നെ വരയ്ക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്, അതിനേക്കാളും കൂടുതൽ വരച്ചവരുണ്ട്. പക്ഷെ അതൊരു ലക്കായിരുന്നു. അവന്റെ ഫ്രണ്ട്സ് നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തപ്പോൾ ഇതങ്ങ് ചെന്നു, റെക്കോർഡ് ഇതുപോലെ വരച്ചു എന്ന് പറഞ്ഞിട്ട് ചെന്നു. അതുപോലെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് മോഹൻലാൽ എടുത്ത് വരച്ചു, മോഹൻലാൽ വിളിച്ചു. അങ്ങനെ ഒരു ലക്കാണ്, മനസ്സിലായി. എല്ലാവരും ഇപ്പൊ ചിത്രകല കൊണ്ട് രക്ഷപ്പെടുത്തു പോകുന്നുണ്ടോ? ഇല്ല. സോ നമ്മുടെ ഈ ഒരു 12th വരെയുള്ളത് ആ ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾ പ്രൈമായിട്ട് തന്നെ കാണണം. അതിനകത്ത് ഒരു വഴക്കും വിചാരിക്കരുത്. എല്ലാം കൂടെ കൊണ്ടുപോകണം, ബാക്കിയെല്ലാം കൂടെ കൊണ്ടുപോകണം. പക്ഷെ ഇത് വേണ്ടാന്നങ്ങ് തീരുമാനിക്കരുത് ഞാൻ പറയുന്നത്. നല്ല ഒരുപാട് മാർക്കൊന്നുമല്ല, പക്ഷെ മോശമല്ലാത്ത മാർക്കിന് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്. അത്യാവശ്യം നിങ്ങൾക്കൊരു നോളജ് മീൻസ് ഇപ്പം ലൈക്ക് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകാർക്ക് ഇംഗ്ലീഷ് വളരെ മോശമാണ്. സംസാരത്താണ്, ചാറ്റിലാണ് പോലും നിങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റാറില്ല. പിന്നീട് നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് കോളേജസ് ടീച്ചേഴ്സ് മൊത്തം ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. അവിടെ മിക്കവാറും ഈ CBSE വരുന്ന പിള്ളേരെല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ബാക്ക് ആകാനുള്ള ചാൻസ് അവിടെ കൂടാറുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, സോ വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരിക്കും. ജോസഫ് അന്നക്കുട്ടിയാണ്. പോട്ടെ. അപ്പൊ നമുക്ക് ലീനിയർ മൊമെന്റം വരെ എന്താ പറഞ്ഞു വന്നേ? ഡയമെൻഷണൽ ഫോർമുല എഴുതുന്ന കാര്യം പറഞ്ഞു വന്നല്ലേ. ഇനി എന്താ ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. ബോറടിച്ചോടെ എത്ര നേരം പറഞ്ഞേ? ഇല്ല.
ഇല്ല സാർ. ആരൊക്കെ ഉറങ്ങിയെന്നാ ആർക്കറിയാം, ഉറങ്ങി കാണും. പോട്ടെ, നമുക്ക് ഡയമെൻഷണൽ ഇക്വേഷൻസ് നോക്കാം. ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് ഒരു ഇക്വേഷൻ പറ, ഒരു സിമ്പിൾ ഇക്വേഷൻ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാം, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. ഇക്വേഷൻ ഓഫ് മോഷൻസ് അല്ല, മിടുക്കൻ, ഗുഡ് ബോയ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ അതിനകത്ത് വരുന്നതാണ്. ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? ആരാ പറയാൻ പറ്റുന്നത്? 3 എണ്ണം പറയുന്ന ആരുണ്ട്? Who is there? ഞാൻ. പറ. V is equal to U plus AT. V square is equal to U square plus 2AS. S is equal to 1 by 2. Okay. U. Equal to half AT square. UT plus half AT square. അതിലെ V0 1 by 2 AT square. അപ്പൊ നോക്കിയേ, അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് ആദ്യം അതിന്റെ എല്ലാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഐ മീൻ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ആണ് V is equal to U plus AT. U plus AT എന്ന് പറയാറുണ്ടല്ലേ നിങ്ങൾ V0 plus AT എന്ന് കേൾക്കാറുണ്ട്. കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ V0 മാത്രമേ കേൾക്കത്തുള്ളൂ. V0 plus AT. V0 മീൻസ് സീറോ ടൈം, അതായത് ടൈം ഈക്വൽ T is equal to 0 ഉള്ള വെലോസിറ്റി. അതാണ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? ഒരു ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു വെലോസിറ്റി ആണ്. അപ്പൊ ടൈം ഈക്വൽ ടു 0 അല്ലേ? അന്നേരത്തെ വെലോസിറ്റി ആണ് V0 എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ U എന്നും ഡിനോട്ട് ചെയ്യും. രണ്ട് തെറ്റല്ല, രണ്ട് ശരിയാണ്. അപ്പൊ V is equal to U plus AT. സോ ഇവിടെ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുക. ഐ മീൻ ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് എഴുതുക. ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ എങ്ങനെയാ? ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലെ ഉള്ള ക്വാണ്ടിറ്റീസിന് ഡയമെൻഷണൽ ഫോമുല അങ്ങോട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. രണ്ട് സൈഡിലെ ഡയമെൻഷണൽ ഇക്വേഷൻസിന്റെ ഫോമുല അങ്ങോട്ട് എഴുതി വെക്കുക. ഇവിടെ ഇടത്തെ സൈഡിൽ എന്താ ഉള്ളത്? വെലോസിറ്റി അല്ലേ? വെലോസിറ്റി. അത് ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി ആക്ച്വലി ദാറ്റ് ഈസ് വെലോസിറ്റി. അപ്പൊ LT raised to -1. ഓക്കെ, LT raised to -1 ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഇപ്പുറത്തുള്ള U എന്താ? ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? LT raised to -1. LT raised to -1 ആൻഡ് പ്ലസ് A into T. A എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ ആണ്. LT raised to ആക്സിലറേഷൻ. LT raised to -2 and that is multiplied by T. അപ്പൊ എന്താ നോക്കിയേ, LT raised to -1 ഒരു വന്നു മനസ്സാബീകം. അപ്പൊ LT raised to -1 പ്ലസ് ഇവിടെ എന്താണ് നോക്കിയേ, T raised to 1 T raised to -2. ഇപ്പൊ -2 plus 1 എന്താ? ഈക്വൽ ടു -1 അല്ലേ? മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നോക്കി രണ്ടിന്റെ ഡിഫറൻസ് 2 - 1 എന്താണ്? 1 ആണ്. ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. അതിന്റെ സൈൻ എന്താ? മൈനസ്. അപ്പൊ -1. സോ എന്ത് കിട്ടി? LT raised to -1 എന്ന് കിട്ടി. ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡയമെൻഷണൽ ഫോമുല രണ്ട് സൈഡിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷണൽ ഫോമുല അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായി? അല്ലെങ്കിൽ ഇപ്പം V is equal to U plus AT എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയ ഇക്വേഷനോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഹലോ, LT raised to -1. V is equal to അത് LT raised to -1 നമ്മൾ എഴുതുന്നത് എന്താണ്? ഡയമെൻഷണൽ ഫോമുലയാണ് കേട്ടോ. ഡയമെൻഷണൽ ഫോമുലയാണ്. ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ V equal to നമുക്ക് S/T എന്ന് അറിയാം. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ വേണം എഴുതാനായിട്ട്. V is equal to എസിന് LT raised to -1, M raised to 0 ഇടാൻ മറക്കരുത്. M raised to 0, L raised to 1, T raised to -1. ഇതാണ് കൃത്യമായിട്ട് എഴുതാണ്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഇക്വേഷൻ അപ്പുറം ഇപ്പുറം ലെഫ്റ്റ് ഹാൻഡ് സൈഡും വേണം, റൈറ്റ് ഹാൻഡ് സൈഡും വേണം. സോ ഇതൊന്നും നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് കയറാൻ പോകാം കേട്ടോ. ആദ്യത്തെ ആപ്ലിക്കേഷനാണ്. ആദ്യത്തെ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രിൻസിപ്പിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ ആർക്കെങ്കിലും അറിയാവോ? എനിപ്പറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അത് തന്നെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താ പറയുന്നത്? The dimensions of the terms of a dimensional equation on both sides must be same. മനസ്സിലായോ? The dimensions എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? പവേഴ്സ്. നമ്മൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ എല്ലാത്തിനും നമ്മൾ കുറച്ചും എഴുതിയതിനകത്തൊക്കെ
ഈ പവേഴ്സ് അല്ലേ? ഈ കുറച്ചു മുമ്പ് എഴുതിനകത്ത് ഈ പവറിനെയാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പവർ. അപ്പം ദ ഡയമെൻഷൻസ് ഓഫ് ദ ടേംസ് ഉദ്ദേശിക്കുന്ന ഈ ക്വാണ്ടിറ്റീസ്, ബേസ് ക്വാണ്ടിറ്റീസ്, ടേംസ് ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ. ഡയമെൻഷണൽ ഇക്വേഷൻ ഇതൊരു ഡയമെൻഷണൽ ഇക്വേഷൻ അല്ലേ? ഡയമെൻഷണൽ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ. ഓൺ ബോത്ത് സൈഡ്സ്, അല്ലാതെ LHS ഉണ്ട് RHS ഉണ്ട്. ആ LHSലെയും RHSലെയും സെയിം ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഡയമെൻഷൻ സെയിം ആയിരിക്കണം. സെയിം ആണെങ്കിലാണ് ഒരു ഇക്വേഷൻ കറക്റ്റ് എന്ന് പറയാം. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഡയമെൻഷനിലെ പ്രിൻസിപ്പൽ ഹോമോജനിറ്റി എഴുതി വെച്ചേക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്, അതേപോലെ ചോദിക്കാറുണ്ട്. ഹോമോജനിറ്റി, പ്രിൻസിപ്പൽ ഹോമോജനിറ്റി. ഓക്കെ, സോ എന്താണ് ഡയമെൻഷൻസ് ഓഫ് ദ ടേംസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടേംസ് ആണ് ബേസ് ക്വാണ്ടിറ്റീസ്. ടേംസ് ഓഫ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ on both sides of an equation. On both sides must be same. Must be same. ഇത്രേ ഉള്ളൂ. ഇതിനെ സിംപ്ലി എല്ലാവരും ഇങ്ങനെ എഴുതിയാൽ മതി എന്നും പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. LHS ഈക്വൽ ടു RHS എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും, കൊടുക്കാറുണ്ട് ഇതിന് മാർക്ക്. LHS ഈക്വൽ ടു RHS എന്ന് മാത്രം എഴുതിയാലും മാർക്ക് കൊടുക്കാറുണ്ട്. ഇത് ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇത് ഞാൻ എടുക്കുന്നത്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സേ ക്ലാസ്സിനൊക്കെ ആയിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. ഡയമെൻഷൻസ് ഓഫ് ദ ടേംസ് ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് മസ്റ്റ് ബി ദ സെയിം. സിമ്പിളാണ്. നമുക്ക് നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഫസ്റ്റ് ആപ്ലിക്കേഷനോട്ട് കയറിയാലോ? അതോ അടുത്ത ദിവസം മതിയോ? അടുത്ത ദിവസം മതി അല്ലേ? 1 മണിക്കൂർ കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എടുക്കും. അപ്പൊ നമ്മൾ ഇവിടം വരെ പറഞ്ഞെടുത്തേക്കാണ്. അടുത്ത ദിവസം നമ്മൾ 3 ഡയമെൻഷൻ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എപ്പടി ആരാണ്ട് ക്ലാസ് കഴിയാറായപ്പോ വന്നു. ഹായ് ഹെന്ന, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഹെന്ന ക്ലാസ് കഴിഞ്ഞു. റെക്കോർഡിങ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ.